മുഖസൗന്ദര്യത്തെ മാറ്റുകുറയ്ക്കുന്ന ഒന്നാണ് മുഖത്തേക്കുന്ന കറുത്ത പാടുകൾ, സൺ ടേൺ. പിന്നെ കൂടാതെ തന്നെ മുഖത്തെ കരിമങ്ങൾ എന്നിവ മൂലം മുഖത്തിൻ്റെ സൗന്ദര്യത്തെ പൂർണ്ണമായും നശിപ്പിക്കാറുണ്ട്. മുഖത്തിന് നല്ല നിറം നൽകാനും നല്ല ഗ്ലോയിങ് നൽകാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. തീർച്ചയായും ഇതുകൊണ്ട് നമുക്ക് സ്കിൻ വൈറ്റാക്കാനും സ്കിൻ ഗ്ലോ ആക്കാനും സാധിക്കുന്നതാണ്. നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് ആദ്യമായിട്ടാണ് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അതിനകത്ത് മുകളിലത്തെ ഓൾ എന്ന ഓപ്ഷൻ നിങ്ങൾ അമർത്തിയാൽ ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ റംസാനിയ. ഞാനൊരു ബ്യൂട്ടീഷ്യനാണ്. നല്ല നിറവും നല്ല ഗ്ലോയുമായിട്ടിരിക്കാൻ നമുക്കെല്ലാവർക്കും ആഗ്രഹമുണ്ട്. ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്ന കാര്യം സ്കിൻ വൈറ്റനിങ് ആൻഡ് സ്കിൻ ഗ്ലോ ആക്കുന്നതിനായിട്ട് സാധിക്കുന്ന വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. അതിന് എന്താണ് വേണം എന്ന് ഞാൻ ആദ്യമായി പറഞ്ഞു. ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഗുട്ടൻസ് ഉണ്ട് സംഭവം ഇതിനകത്ത്. അതായത് നമ്മുടെ ബേക്കിംഗ് സോഡയാണ് നമുക്കിതിനകത്ത് മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. നമ്മുടെ മെയിൻ സംഭവം നമ്മുടെ ബേക്കിംഗ് സോഡ തന്നെയാണ്. ബേക്കിംഗ് സോഡ യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടി ചെയ്യുന്ന സംഭവം തയ്യാറാക്കുന്നത്. ഈ സംഭവത്തിനകത്ത് നമ്മുടെ മെയിൻ ഐറ്റം നമ്മുടെ ബേക്കിംഗ് സോഡ ആയതുകൊണ്ട് തന്നെ പലർക്കും ഒരു ഡൗട്ട് വരും. ബേക്കിംഗ് സോഡ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് വല്ലതും ഗുണമുണ്ടോ ദോഷമാണോ എന്നുള്ളത്. തീർച്ചയായും ഗുണം മാത്രമേ ബേക്കിംഗ് സോഡ കൊണ്ട് നമുക്ക് സ്കിന്നിന് ഉണ്ടാവുകയുള്ളൂ. പിന്നെ ബേക്കിംഗ് സോഡ യൂസ് ചെയ്യുമ്പോൾ സ്കിന്നിന് വലിയ ഡാമേജ് പറ്റുമോ എന്നൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ അത് തീർച്ചയായും ഒരു ഡാമേജും നമുക്ക് സ്കിന്നിന് ഉണ്ടാവുകയില്ല. എക്സാമ്പിളായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ പല പ്രോഡക്റ്റും സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടി നമ്മൾ കടകളിൽ നിന്ന് മേടിക്കാറുണ്ട്. പല പ്രോഡക്റ്റുകളും അതിൻ്റെ അകത്ത് എന്തൊക്കെ അടങ്ങിയിരിക്കുന്നതെന്നും നമ്മൾ അറിയാറില്ല. പക്ഷെ അതെല്ലാം മേടിച്ച് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. എന്നിട്ട് നമ്മൾ സ്കിന്നിന് എഫക്റ്റ് കിട്ടാതെ വരികയും ചെയ്യും. പക്ഷേ നിങ്ങൾക്കിപ്പോൾ ഒരു മേക്കപ്പ് പ്രോഡക്റ്റിനകത്ത് മേടിച്ചിരിക്കുന്ന അതിനകത്ത് പല ഇൻഗ്രീഡിയൻസും അടങ്ങിയിരിക്കുന്നത് അതിൻ്റെ ബാക്കിലായിട്ട് ഒരു മെസ്സേജ് പോലെ അവർ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതെല്ലാം നമ്മൾ വിശ്വസിച്ച് അതിനകത്ത് അത്രയേ ഉള്ളൂ എന്ന് പറയും. പക്ഷേ ഏതൊരു കണ്ടൻറ്റിനകത്തും അതായത് പല പല മേക്കപ്പ് പ്രോഡക്റ്റിനകത്തും ബേക്കിംഗ് സോഡ ആഡായിട്ടുണ്ട്. അത് നമുക്ക് പോലും അറിയാനുള്ള ഇടവരാറില്ല. ബ്ലീച്ച് ചെയ്യാറുണ്ട്. ബ്ലീച്ച് ചെയ്യുമ്പോൾ നമ്മളെല്ലാവരും ബ്ലീച്ച് മേടിച്ച് ചെയ്യും. പക്ഷെ അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ആ ഒരു ബ്ലീച്ച് പൗഡർ എന്ന് പറയുന്നത് നമ്മുടെ ബാത്റൂം തേച്ച് കഴിയാൻ യൂസ് ചെയ്യുന്ന ബ്ലീച്ചിങ് പൗഡർ ഉണ്ടല്ലോ, അതിൻ്റെ കണ്ടൻറ്റിൻ്റെ നോർമൽ കണ്ടൻ്റായിട്ടുള്ള സംഭവമാണ് ബ്ലീച്ചിങ് പൗഡർ എന്ന് പറഞ്ഞ് വരുന്നതിനകത്തുനിന്ന് കുറച്ച് നോർമലായിട്ടുള്ളതാണ് ബ്ലീച്ചിനകത്ത് നമ്മൾ ഇൻഗ്രീഡിയൻ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളൊരു കാരണവശാലും ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന ഒരു കണ്ടൻറ്റിൻ്റെ ഒരു പ്രോഡക്റ്റിനെ പോലെ തന്നെ വിശ്വസിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ബേക്കിംഗ് സോഡ. നമ്മൾ ബേക്കിംഗ് സോഡ മാത്രമല്ല ഇതിൽ അപ്ലൈ ചെയ്യുന്നത് ഫേസിലേക്ക്. പിന്നെ അതിൻ്റെ കൂടെ മറ്റുള്ള കാര്യങ്ങൾ കൂടി ചേർന്നിട്ടാണ് നമ്മൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ മറ്റുള്ള കാര്യങ്ങൾ കൂടി ചേരുമ്പോൾ അവിടെ ഒരു സംയുക്ത രാസപ്രവർത്തനം നടക്കുന്നതിൻ്റെ ഫലമായിട്ട് അവിടെ ഒരു ചേഞ്ചിങ് വന്നിട്ടാണ് സ്കിൻ വൈറ്റനിങ് ക്രീമായിട്ട് രൂപപ്പെടുന്നത്. അതാണ് നമ്മൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. ഇപ്പോൾ പിമ്പിൾസ് ഉള്ള വ്യക്തികൾക്ക് ബേക്കിംഗ് സോഡ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് മൂലം കുറച്ച് ഇറിറ്റേഷൻ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അവർക്കത് ചെയ്യണ്ട എന്ന് പറയാനുള്ള മെയിൻ റീസൺ. അതായത് നമ്മുടെ സ്കിന്നിൽ നിന്നുണ്ടാവുന്നതാണ് പിമ്പിൾസ് പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് അത് നമുക്ക് ബേക്കിംഗ് സോഡ ആകുമ്പോൾ ഒരിച്ചിരി നീറലും ഒക്കെ ഉണ്ടാവും. അതിനകത്ത് ചേർക്കുന്ന മറ്റുള്ള സംഭവങ്ങൾ കൂടി ആകുമ്പോഴത്തേക്ക് സ്കിൻ ഒരു റെഡ് ആവാനും ഒരു സൈസ് ബ്രൗണിഷ് കളർ ആവാനൊക്കെയുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതിൻ്റെ ആ ഒരു മൂലമാണ് ഞാൻ പറയുന്നത് പിമ്പിൾസ് ഉള്ളവർ പൂർണ്ണമായിട്ടും ഈ കാര്യം ചെയ്യാതിരിക്കുക. നിങ്ങളത് മാറിയതിന് ശേഷം ചെയ്യുക. ബാക്കി എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ചെയ്യാം. ഓയിലി സ്കിന്നുകാർ ഒഴികെ എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ചെയ്യാവുന്നതാണ്. അതായത് ഇത്രയൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതെങ്ങനെയാണ് ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് അതിൻ്റെ കൂടെ വേണം എന്നൊക്കെ ഉള്ളത് ഒന്ന് കണ്ടു നോക്കാം. നമുക്ക് വേണ്ട സാധനങ്ങളാണ് ഹണി വേണം, പിന്നെ നമുക്ക് ബേക്കിംഗ് പൗഡർ, പിന്നെ അലോവേറ ജെല്ല്, പിന്നെ നാരങ്ങ, നമ്മുടെ ഗ്ലിസർ. ഇത്രയുമാണ് നമുക്ക് വേണ്ടത്. നമുക്കിനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നുള്ളത് നോക്കാം. 1 സ്പൂൺ ഹണി എടുക്കാം. അതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് ബേക്കിംഗ് സോഡയാണ് വേണ്ടത്. അത് നമുക്ക്
1 സ്പൂൺ തന്നെയാണ് അതും വേണ്ടത്. 1 സ്പൂൺ നമ്മുടെ ബേക്കിംഗ് സോഡയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കണ്ടോ പെട്ടെന്ന് തന്നെ പതഞ്ഞ് കയറുന്നത്. അതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. കണ്ടോ ഒരു കളർ ചേഞ്ചിങ് ആവുന്നത് കണ്ടോ. പിന്നെ നമുക്കിതിലേക്ക് നാരങ്ങ നീര് ചേർക്കാം. ഇത് പകുതി കട്ട് ചെയ്തിട്ട് എടുക്കാം. കണ്ടോ. എന്നിട്ട് ഇതിനി നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടോ പതഞ്ഞ് വരുന്നുണ്ടോ. ഇതാണ് നമ്മുടെ സ്കിന്നിനകത്ത് നടക്കുന്ന ഒരു പ്രവർത്തനം. ഈ ഒരു പ്രവർത്തനം നടക്കുന്നത് മൂലം സ്കിന്നിനകത്തുണ്ടാകുന്ന പല സംഭവങ്ങൾക്കും ഒരു പരിഹാരമാകും. അതായത് പിമ്പിൾസ്, ആക്നി, സൺ ടാൻ ഏൽക്കുന്നതൊക്കെ മാറ്റി സ്കിൻ നല്ല ഗ്ലോ ആക്കുന്നതിന് സാധിക്കുന്ന ഇതേപോലുള്ള ഒരു പ്രവർത്തനം നടക്കുന്നത് മൂലമാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് ചേർക്കേണ്ടത് ഗ്ലിസറാണ് ചേർക്കേണ്ടത്. 4-5 തുള്ളി ഗ്ലിസറും കൂടി ചേർത്ത് കൊടുക്കുക. 4-5 തുള്ളി ഗ്ലിസറും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നല്ല രീതിയിൽ മിക്സ് ചെയ്യാം. അപ്പോൾ അതൊക്കെ അങ്ങ് താന്നു പോകും അന്നേരത്തേക്ക്. പിന്നെ നമ്മുടെ ലാസ്റ്റ് സംഭവം അലോവേറയുടെ ജെല്ലാണ്. നിങ്ങളുടെ കയ്യിൽ നാച്ചുറൽ അലോവേറ ഉണ്ടെങ്കിൽ അതെടുക്കാം. ഇപ്പോൾ ഞാൻ ഇവിടുത്തെ പാക്കറ്റിൽ വരുന്ന ഒരു അലോവേറയുടെ ജെല്ലാണ് എടുക്കുന്നത്. 1 സ്പൂൺ അലോവേറ ജെല്ലും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്യാം. ഈ അലോവേറയുടെ ജെല്ല് ചേർക്കുമ്പോഴും നല്ല രീതിയിൽ പതഞ്ഞു വരും. അതാണ് അവിടെ നടക്കുന്ന ഒരു രാസപ്രവർത്തനം. ഈ രാസപ്രവർത്തനമാണ് നമ്മുടെ ഫേസിലും നടക്കുന്നത്. ഇതുമൂലമാണ് നമുക്ക് സ്കിന്നിനകത്തുണ്ടാകുന്ന പല പ്രോബ്ലംസും സോൾവ് ആക്കുന്നത്. അതുമൂലം നമ്മുടെ സ്കിന്നിനുണ്ടാകുന്ന ഒരു നിറവ്യത്യാസവും കണ്ടുവരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇത് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി വെക്കണം. അതിനുശേഷം നമുക്കിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒരു പിങ്കിഷ് കളറായിട്ട് മാറിയിട്ടുണ്ട് ഇത്. ഇതാണ് നമുക്കിനി ഫേസിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്. അപ്ലൈ ചെയ്യുമ്പോൾ ഫേസിനകത്ത് ഒരു രീതിയിലും ഒന്നും തന്നെ കാണാൻ പാടില്ല. ഫേസ് നല്ല രീതിയിൽ ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്തിരിക്കണം. നമുക്കിനി ഇത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കൈകൾ ഉപയോഗിച്ചിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കോട്ടൺ ഉപയോഗിച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നോർമൽ ഒരു മസാജ്, അതായത് സ്കിന്നിന് ഒരു നോർമൽ മസാജ് കൊടുത്ത് നമ്മുടെ സ്കിന്നിൻ്റെ സെല്ലുകളിലേക്ക് ഈ സംഭവത്തെ ഇറക്കണം. എന്നാൽ മാത്രമേ നമുക്ക് റിസൾട്ട് പെട്ടെന്ന് തന്നെ കിട്ടാനായിട്ട് ചാൻസ് ഉള്ളൂ. നിങ്ങൾക്ക് എത്ര പറ്റുന്നോ അത്രയും മസാജുകൾ നിങ്ങൾ കൊടുക്കാനായിട്ട് നോക്കുക. ഇങ്ങനെയുള്ള മസാജ് കണ്ടോ. അതായത് നമുക്ക് ഈ ഭാഗത്തുനിന്ന് ഇങ്ങനെയും കൂടാൻ പാടില്ല, ഫേസിനൊരു ഷേപ്പിന് വേണ്ടി. ഓക്കെ. എന്നിട്ട് നോസിൻ്റെ ഭാഗത്ത് ഇങ്ങനെ. ഓക്കെ. എന്നിട്ട് നെറ്റിയുടെ ഭാഗത്ത് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ. ഓക്കെ. എന്നിട്ട് ഈ നമ്മൾ നല്ലൊരു മസാജ്, അതായത് കൈകൾ ഇങ്ങനെ പിടിച്ചുകൊണ്ട് എന്നിട്ട് ബാക്കിലോട്ട് ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് എന്നിട്ട് അതേപോലെ ഇങ്ങനെ. ഓക്കെ. എന്നിട്ട് നമ്മൾ ഫേസിനെ ഒരിതിലേക്ക് കൊണ്ടു നിർത്തുക. പിന്നെ ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് എല്ലായിടത്തും വൈബ്രേഷൻ നമ്മൾ കൊടുക്കുകയാണ്. നോർമൽ രീതിയിലുള്ള മസാജസാണ് ഞാൻ കാണിച്ചത്. നിങ്ങൾക്ക് ഇതിൻ്റെ അളവ് കൂട്ടാവുന്നതും കൂടിയാണ്. ഓക്കെ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി ഇത് നമുക്കിനി മസാജ് ചെയ്തിപ്പോൾ എത്രയെല്ലാം ആയാലും നമുക്കിനി വാഷ് ചെയ്യുന്നത് നല്ല രീതിയിൽ ഒരു തണുത്ത വെള്ളം ഉപയോഗിച്ച് നമുക്കിത് വാഷ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ റിസൾട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ലൈവായിട്ടുള്ള റിസൾട്ട് തന്നെയാണ് ഞാൻ നിങ്ങളെ കാണിച്ചത്. നിങ്ങൾക്ക് ഞാൻ ചെയ്യുമ്പോഴുള്ള സ്കിന്നും അത് ചെയ്തതിന് ശേഷമുള്ള സ്കിന്നിൻ്റെ നിറവ്യത്യാസവും നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ. വളരെ പെട്ടെന്ന് എഫക്റ്റ് നൽകുന്ന ഒരു സംഭവം തന്നെയാണ് ഈ ഒരു നമ്മുടെ ബേക്കിംഗ് സോഡ വെച്ചിട്ടുള്ള ഒരു സ്കിൻ വൈറ്റനിങ് ക്രീം എന്ന് പറയുന്നത്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ കൂടി നിങ്ങൾ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ കമൻസ്, അതായത് നിങ്ങൾക്ക് എന്താണ് അറിയാൻ, എന്തെങ്കിലും ഇതിൽ പറഞ്ഞ കാര്യങ്ങളിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് സെക്ഷനിൽ വന്ന് നിങ്ങൾക്ക് കമൻറ്റായിട്ട് എന്നോട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ തീർച്ചയായും ഞാൻ നിങ്ങളോട് അതിൻ്റെ കമൻറ്റിൻ്റെ മറുപടി പറയുന്നതുമായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു കാര്യം ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് അവർ കൂടി ഉൾപ്പെടുത്തി എന്നെ ഒന്ന് സപ്പോർട്ട് നിങ്ങൾ ചെയ്തു തരൂ. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.